മാധ്യമപ്രവർത്തകനെതിരായ തീവ്രവാദി അധിക്ഷേപത്തെ വീണ്ടും ന്യായീകരിച്ച് വെള്ളാപ്പള്ളി നടേശൻ. തീവ്രമായി സംസാരിക്കുന്നവരാണ് തീവ്രവാദിയെന്ന് വെള്ളാപ്പള്ളിയുടെ വിചിത്രവാദം. താൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വെള്ളാപ്പള്ളി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. മതതീവ്രവാദി എന്നല്ല പറഞ്ഞ, തീവ്രവാദി എന്നാണ് പറഞ്ഞത്. തീവ്രവാദി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തീവ്രമായി സംസാരിക്കുന്നവൻ തീവ്രവാദി, മിതമായി സംസാരിക്കുന്ന മിതവാദി. അതിനപ്പോൾ വ്യാഖ്യാനിച്ച് ഇടം വരെ കൊണ്ടെത്തിയെങ്കിൽ അതൊന്നും ശരിയല്ല. ഇതിൽ ഞാൻ തീ കുരുത്താണ് കുഞ്ഞ്, വെയിലത്ത് വാടത്തില്ല. ഏത് പ്രസിഡന്റ് വന്നാലും അതിനെ തരണം ചെയ്തു പോകാനുള്ള കരുത്തും പിൻവലും എൻ്റെ സമുദായത്തിനുണ്ട്, എനിക്കുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെള്ളാപ്പള്ളി നടേശൻ കടന്നാക്രമിച്ചു. വി ഡി സതീശന്റെ ഒരു പണിയും SNDPക്കുള്ളിൽ നടപ്പാകില്ലെന്നും എന്തൊക്കെ ഉണ്ടായാലും തന്റെ സമുദായം തനിക്കൊപ്പം നിൽക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ സമുദായത്തിൽ അവർ പ്രബുദ്ധരാണ്. അവരെല്ലാം അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് സമുദായത്തിൻ്റെ കെട്ടുറപ്പ്. അതിനകത്ത് രാഷ്ട്രീയം കയറി തല്ലിക്കലക്കാൻ ആരും വന്നാലും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടല്ലേ 30 കൊല്ലം ഞാൻ കൊണ്ടു നടന്നല്ലോ. സതീശൻ കുറേ നാളായി ഈ പണി തുടങ്ങിയിട്ട്. ഈ പണിയൊന്നും സതീശൻ്റെ ഒരു പണി ഇതിനകത്ത് നടക്കലപ്പാ. പുറത്ത് നടന്ന് വല്ലതൊക്കെ പറഞ്ഞു നടക്കാൻ സാധിക്കും സതീശന്. ഞങ്ങൾ എന്തിനു ഉപദ്രവിക്കും നിങ്ങൾ? വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, രണ്ട് വിഷയത്തിൽ പ്രത്യേകിച്ച് ദീർഘമായി വിവിധ വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ അദ്ദേഹത്തിൻ്റെ അധിക്ഷേപ പരാമർശത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. തീവ്രവാദി എന്നതിനെ മിതവാദി. സ്വാഭാവികമായും മലയാളത്തിലെ ആ നിലയ്ക്കുള്ള പ്രയോഗത്തിലെ ഒരു സാധ്യത അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്നാലും ആ തീരുമാനത്തിൽ അദ്ദേഹം, ആ പ്രഖ്യാപനത്തിൽ, ആ അധിക്ഷേപത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, കോൺഗ്രസിനെതിരെയുള്ള രൂക്ഷമായ ആക്രമണമാണ് അദ്ദേഹം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങളെല്ലാം കേരള സമൂഹം ഒന്നാകെ വീക്ഷിച്ചു വരികയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമപ്രവർത്തകനെ ശിവഗിരി തീർത്ഥാടന ദിവസം, അല്ലെങ്കിൽ അതിന്റെ ആരംഭ ദിവസം പുറത്തുവെച്ച മാധ്യമപ്രവർത്തകനുമായി ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് പിറ്റേന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകൻ, അന്ന് തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈരാറ്റുപേട്ടയും MSFും എല്ലാം ഈ ഒരു പ്രതികരണത്തിന്റെ കൂടെ കേരള സമൂഹം കേട്ടതാണ്. അതിനിടയിലാണ് പിറ്റേന്ന് അദ്ദേഹം മറ്റൊരു വിശദീകരണവുമായി വന്നത്. ഏതായാലും ആ ഒരു വിശദീകരണത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. താൻ തീവ്രവാദി എന്ന് വിളിച്ചത് തീവ്രമായി വാദിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. മിതവാദിയായിട്ടുള്ള മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നല്ലോ, അവർ തന്നോട് മര്യാദയോടുകൂടിയാണ് പെരുമാറിയത്. എന്നാൽ ആ ഒരു മാധ്യമപ്രവർത്തകനും ആ ഒരു ചാനലും കുറേ നാളുകളായി തനിക്കെതിരെ വേട്ടയാടൽ നടത്തുകയാണ് എന്നൊരു വാദമായിരുന്നു അദ്ദേഹം ഇന്ന് ഉയർത്തിയത്. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ വി ഡി സതീശനെതിരായിട്ടുള്ള ഒരു പ്രതികരണം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. വി ഡി സതീശന്റെ ഒരു പണിയും SNDP യോഗത്തിനുള്ളിൽ നടക്കുകയില്ല. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ അടക്കം ചില നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് വെള്ളാപ്പള്ളിയുടെ കോലത്തിൽ കരിയോല ഒഴിക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം മലപ്പുറത്തുനിന്ന് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം ഇന്നലെയും പ്രതികരിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെക്കുറിച്ചുള്ള വി ഡി സതീശന്റെ പ്രതികരണത്തിലും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തെക്കൻ ജില്ലകളിലേക്ക് ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു. UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് ലീഗ് ഇല്ല എങ്കിൽ UDF ഹീറോ ആവാൻ സാധിക്കുകയില്ല, സീറോ മാത്രമാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അതോടൊപ്പം ലീഗിനെതിരായിട്ടുള്ള കുറച്ച് നാളുകളായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് LDFനെ പുറത്താക്കുവാൻ, അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയിട്ടാണ് സാമുദായിക കൂട്ടുമുന്നണി ഉണ്ടാക്കിയതും താൻ അതിന്റെ ഒപ്പം നിന്ന് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഭരണത്തിലെത്തിയതിനു ശേഷം ലീഗ് തങ്ങൾക്ക് വേണ്ടത് നൽകിയില്ല എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കുറ്റപ്പെടുത്തേണ്ടത് ലീഗിനെ തന്നെയാണല്ലോ എന്നൊരു വിശദീകരണവും കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. R ശങ്കറിന് ശേഷം വേണ്ട രീതിയിലുള്ള യാതൊരു പ്രതികരണവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ SNDP യോഗത്തിനോ ഈഴവ സമുദായത്തിനോ ലഭിച്ചിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ സ്ഥിരം പരാതി തന്നെയായിരുന്നു ഇന്നും പറഞ്ഞത്. അതോടൊപ്പം തന്നെ തനിക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ മുൻപും കണ്ടിട്ടുള്ളതാണ്. തീയിൽ കുരുത്തവനാണ് താൻ, വെയിലത്ത് പാടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഇതിലും വലിയ ആരോപണങ്ങളെല്ലാം തനിക്കെതിരെ വന്നപ്പോഴും സമുദായം തനിക്കൊപ്പം നിന്നിരുന്നു എന്നൊരു ആത്മവിശ്വാസവും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ പ്രകാശ് ജാവ്ദേക്കർ വെള്ളാപ്പള്ളി നടേശനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ BJP നേതാക്കളെല്ലാം ഈ ഒരു അവസരത്തിൽ കൂടുതലായി വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള സംവാദങ്ങളിൽ ഇടപെടുന്നു എന്നതും ശ്രദ്ധേയമായി കാണേണ്ടതുണ്ട്. ഹർഷൻ, അമൽ, ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, അദ്ദേഹം ഈ ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം വല്ലാതെ ചർച്ചയായതിനു ശേഷം, അദ്ദേഹത്തിൻ്റെ ഈ അധിക്ഷേപ പരാമർശങ്ങളെല്ലാം വല്ലാതെ ചർച്ചയായതിനു ശേഷം അദ്ദേഹം കുറെ കൂടി സൂക്ഷ്മമായി ഇത് ലീഗിനെതിരെയാണ് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടുതൽ പ്രകടമായി ആരംഭിച്ചിട്ടുണ്ടോ?
ഹർഷൻ, ഈ ലീഗിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കുറച്ച് മാസങ്ങളായി തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ലീഗിനെ മലപ്പുറം പാർട്ടി എന്ന് വിളിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. പ്രത്യേകിച്ചും മലപ്പുറത്തിനെതിരെ, ലീഗിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിരോധനം മലപ്പുറം എന്ന ജില്ലയ്ക്കെതിരായി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുസ്ലിം സമുദായത്തിനെതിരല്ല എന്നും താൻ ലീഗിനെതിരാണ് എന്നും അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പാണക്കാട് തങ്ങളോ അല്ലെങ്കിൽ കാന്തപുരമോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും തന്നെ ഒന്ന് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അവരുമായി ദീർഘനാളത്തെ ബന്ധമുണ്ടായിട്ടും തന്നെ വിളിക്കാതിരുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, വിഷമമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ ലീഗ് ഒരു സമവായത്തിന് ശ്രമിക്കുന്നുമില്ല എന്നൊരു കാര്യവും വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലീഗിൽ നിന്ന് കൂടുതലായിട്ടുള്ള തനിക്ക് നേരത്തെ ലഭിച്ചിരുന്ന ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഒരു പരിഗണന ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നൊരു പരാതിയും അദ്ദേഹത്തിന്റെ ഭാഗമായി. റൈറ്റ്, അമൽ ആണ് വിശദമായി ആ റിപ്പോർട്ട് നൽകിയത്. ഒരു കാലത്ത് ലീഗുമായി ഏറ്റവും ചേർന്ന് പ്രവർത്തിച്ചിരുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. പിന്നോക്ക സംരക്ഷണ മുന്നണി എന്ന മുന്നണിയുടെ സ്വഭാവത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. അവിടെ നിന്നൊക്കെ പിണങ്ങിയാണ് ഇപ്പോൾ ഈ പരുവത്തിൽ എത്തി നിൽക്കുന്നത്.